ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 2 തന്നെ അടുത്തൊരു ഭാഗമാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ യൂണിറ്റ് 2 ഖിതാബ ഇസ്ലാമിയ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് റസായിലാണ്. യൂണിറ്റ് 2 ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് റസായിലാണ്. അബ്ദുൽ ഹമീദും ജാഹിദ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്നൊരു ഭാഗമാണ് റസായിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് റസായിലിൻ്റെ ഭാഗങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, റസായിലിൽ ഏറ്റവും ആദ്യം വരുന്നവരാണ് അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് എന്ന് പറയുന്നത്. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് അല്ലേ, കാത്തിബ് എന്ന സ്ഥാനപ്പേരുണ്ട് അദ്ദേഹത്തിന്. റസായിൽ എന്ന് പറയുന്ന ഒരു ഫന്നിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് അബ്ദുൽ ഹമീദ് കാത്തിബാണ്. അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യവും പ്രാമുഖ്യവും ഉണ്ട്. അതിനു മുമ്പ് ആരും എഴുതിയിട്ടില്ല എന്നുള്ളതല്ല, റസായിൽ എന്നൊക്കെ പറയുന്ന ഒരു ഫന്നിന് യഥാർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിതമായ രൂപം നൽകിയിട്ടുള്ള ആദ്യത്തെ ആളാണ്, അഗ്രഗാമിയാണ് നമ്മുടെ അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് എന്ന് പറയുന്നവർ. അദ്ദേഹം 60 to 132 അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത്. 60 എന്നുള്ളതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അബൂ ഗാലിബ് അബ്ദുൽ ഹമീദ് ബിൻ യഹിയ, അപ്പം അദ്ദേഹത്തിൻ്റെ കുനിയത്ത് എന്ന് പറയുന്നത് അബൂ ഗാലിബാണ്. അബ്ദുൽ ഹമീദ് ബിൻ യഹിയ ഇബ്ഷാം മിൻ സലാലത്ത് ഗൈരി അറബി, അദ്ദേഹത്തിൻ്റെ പരമ്പര അറബിയല്ല. അപ്പോൾ അജമിയിൽപ്പെട്ടിട്ടുള്ള ആളാണ് ആര്, നമ്മുടെ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്നത്. ഓക്കെ, മുമ്പൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അസൽ അറബിയാണ് അല്ല ഫാരിസിയ? അപ്പോൾ ഫാരിസിയാണ് അദ്ദേഹത്തിൻ്റെ അസൽ, അറബിയല്ല. അപ്പോൾ നിസ്ബയില ബനി ആമിർ എന്ന അറബികളിൽപ്പെട്ട ഈ ബനു ആമിർ എന്ന് പറയുന്നവരിലേക്ക് ഇദ്ദേഹത്തെ ചേർക്കപ്പെടാറുണ്ട്. അത് നിസ്ബത്തൻ വലായി, ഒരു അടിമ ബന്ധത്തിലൂടെയാണ്. നശാബിഷാം, വളരുന്നത് എവിടെയാണ്? ഷാമിലാണ് അദ്ദേഹം വളരുന്നത്. ഹവാസ് അംബാർ എന്ന് പറയുന്നൊക്കെ പ്രദേശത്താണ് ഇദ്ദേഹം ജനിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അഹ്വാസി എന്ന് പറയുന്ന അബുനുവാസിലേക്കുള്ള സ്ഥലമാണല്ലേ. സഖഫൽ കിതാബത്താല സാലിം മൗല ഹിഷാം, ഹിഷാമിൻ്റെ മൗലയായിരുന്ന സാലിമിൻ്റെ അടുത്ത് നിന്നാണ് അദ്ദേഹം എഴുത്ത് പഠിക്കുന്നത്. വ കാത്തിബു സിരിഹി, അദ്ദേഹം ഹാഷിമിൻ്റെ മൗലയും ഹാഷിമിൻ്റെ കാത്തിബ് സിറൊക്കെ ആയിരുന്നു. ആ സാലിമിൽ നിന്നാണ് ഇദ്ദേഹം കിതാബത്ത് പഠിക്കുന്നത്. വ അവ്വലുമൻ അൻഷഅ ഉസ്ലൂബ റസായിൽ ഫിൽ അദബിൽ അറബ്, അറബ് ലിറ്ററേച്ചറിൽ റസായിൽ എന്ന് പറയുന്ന ഒരു രീതി ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ള ആള് അബ്ദുൽ ഹമീദ് അൽ കാത്തിബാകുന്നു. ഫത്തഹദഹു മർവാൻ കാത്തിബ ദൗലത്തിഹി, നമ്മുടെ മർവാൻ അമവി ഭരണകൂടത്തിലെ ഏറ്റവും അവസാനത്തെ ആളാണല്ലോ മർവാൻ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്നത്. അപ്പോൾ മർവാൻ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ എഴുത്തുകാരനായിട്ട് അബ്ദുൽ ഹമീദിനെ നിശ്ചയിച്ചു. ഫഖാല ലഹു അബ്ദുൽ ഹമീദ് ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നല്ലദി അശർത്ത ബിഹി അലയ്യ, നിങ്ങൾ എനിക്ക് സൂചിപ്പിച്ചിട്ടുള്ളത് അംഫൗൽ അംറൈനിലക്ക, നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. അബ്ദുൽ ഹമീദിനോട് മർവാൻ പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ അടുത്ത് പോയി ഇതായിക്കോളൂ, കാരണം മർവാൻ്റെ ഭരണം അവസാനിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികൂടപ്പെടും. ഇപ്പം ശത്രുക്കളുടെ കൂടെ പോയിക്കാണെങ്കിൽ അബ്ദുൽ ഹമീദിന് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നിങ്ങൾക്കിത്. അപ്പോൾ അക്ബഹുമാബി, പക്ഷേ എനിക്കത് വളരെ മോശമാണ്. എന്നാൽ റൊമ എൻ്റെ ഇല്ല സബർ, ഞാൻ ക്ഷമിക്കുക എന്നുള്ള വഴി മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ. അത്ത എഫ്തഹില്ലാഹു അലൈക്കും, അള്ളാഹു എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഫത്ഹ് തരും. അപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധി നീങ്ങി കിട്ടുമല്ലോ. അവർ തടവിലാക്കപ്പെടുകയും ഒളിവിൽ കഴിയേണ്ടി വരികയൊക്കെ ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ പോയിക്കോളം പറഞ്ഞ സമയത്ത് അദ്ദേഹം മറുപടി പറയുകയാണ്, ഞാൻ ക്ഷമിച്ചോളാം, ക്ഷമ മാത്രമേ എൻ്റെ മുമ്പിൽ മാർഗമുള്ളൂ. ഒന്നുകിൽ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ക്ഷമിച്ച് നിങ്ങൾക്ക് അള്ളാഹു വിജയം തരും, തുറവി തരും. അപ്പോൾ പിന്നെ ഈ പ്രതിസന്ധി അവസാനിക്കും. അതല്ലെങ്കിൽ ഔ ഊക്കത്തല, ഏതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ ക്ഷമിക്കും, ഞാൻ കൊല ചെയ്യപ്പെടുന്നത് വരെ മഴക്ക നിങ്ങളുടെ കൂടെ. അപ്പോൾ സൗറത്ത് ഖുറാസാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 131 ലാസ്റ്റ് 132 ആ ഒരു സമയത്താണ് അല്ലേ, 132 അവർ കൊല്ലപ്പെടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 132 അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് സൗറത്ത് ഖുറാസാനിലെ വലിയ പ്രതിസന്ധി മർവാനെ നേരിടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണം നേരിടുന്നുണ്ട്, അമവി ഖിലാഫത്ത് നേരിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാറിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോയാലിറ്റി വിളിച്ചറിയിക്കുന്ന പ്രസ്താവനയാണിത്. അപ്പോൾ മക്കസ മഴഹുവും, അങ്ങനെ നമ്മുടെ മർവാൻ്റെ കൂടെ തന്നെ അബ്ദുൽ ഹമീദ് നിന്നു. ഹത്താ ഖുതില മഅൻ, ഒരുമിച്ച് കൊല ചെയ്യപ്പെട്ടു. ഫി മഅരിക്കത്തി ബൂസീർ യുദ്ധത്തിൽ, അതിൻ്റെ സൗറത്തു ഖുറാസാൻ എന്നും അത് അറിയപ്പെടുന്നുണ്ട്. വഖദ് സമ്മാഹുൽ ജാഹിദ് അദ്ദേഹത്തിൻ്റെ ബയാൻ വ തബീനിൽ നമ്മുടെ അബ്ദുൽ ഹമീദിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അബ്ദുൽ ഹമീദ് അൽ അക്ബർ എന്ന് ഇവിടെ ഉള്ളത്, വ നസഹ അൽ കിതാബ് അൻ യത്തഖദു കിതാബതഹു നമൂദജൻ ലഹും, ഒരു മാതൃകയായിട്ട്. അപ്പോൾ യുഖാൽ പറയപ്പെടുന്നുണ്ട്, എന്താ പറയപ്പെടാറുള്ളത്? ഫുതിഹത്ത് റസായിലു ബി അബ്ദുൽ ഹമീദ്,
റസായിൽ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത് അബ്ദുൽ ഹമീദ് കൊണ്ടും ഹുത്തിമത്ത് ബിനിൽ അമീദ് അവസാനിക്കപ്പെട്ടിട്ടുള്ളത് ഇബ്നുൽ ഹമീദ്. അപ്പോൾ ഇബ്നുൽ ഹമീദിൻ്റെ ശേഷം ആ ഒരു പവർ പിന്നീട് വന്നവർക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. അതിന് ശേഷം ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇബ്നുൽ ഹമീദ് നമുക്ക് പിന്നീട് മറ്റൊരു സെഷനിൽ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ജാഹിദ് കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ. وقد أجمع كثيرون على أنه أول من استخدم التحميدات في فصول الكتب. ഗ്രന്ഥത്തിൻ്റെ ഈ ഫസലുകളിലൊക്കെ ഹംദ് അത് ആദ്യമായി ഉപയോഗിച്ചിട്ടുള്ള ഇദ്ദേഹമാണ്. അവലുമൻ അത്താല റസായിൽ, ചെറിയ റസായിലുകൾക്ക് പകരം റസായിലുകൾക്ക് ദൈർഘ്യം കൊടുത്തിട്ടുള്ള ആളാരാണ്? അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ് എന്ന്. ഓക്കെ. ثم أخذ يمارس تعليم الصبية يجوب إلى ذلك البلد بعد البلد حتى علم بمكانته مروان بن محمد. ഇദ്ദേഹം തുടക്കത്തിൽ എന്തായിരുന്നു? ഇദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. നമ്മൾ നേരത്തെ ഹജ്ജാജിൻ്റെ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് കുട്ടികളെ പഠിപ്പിക്കുന്ന പണിയുണ്ടായിരുന്നു ത്വായിഫിൽ വെച്ചിട്ട് എന്ന് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതേപോലെ ഇദ്ദേഹത്തിന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ എന്ത് ചെയ്യും? ഓരോ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അങ്ങനെ പോകും ട്യൂഷൻ എടുത്തിട്ട്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പദവി ആരറിഞ്ഞു? മർവാൻ അറിഞ്ഞു. അങ്ങനെ ഫസ്തക്തബഹു അയ്യാമി വിലായത്തി അല അർമീനിയ. അപ്പോൾ നമ്മുടെ മർവാന് ഭരണാധികാരിയാകുന്നതിന് മുമ്പ് ഗവർണറായിരുന്നു. ആ അർമീനിയയുടെ ഗവർണറായ സമയത്ത് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കാത്തിബാക്കിയിട്ടുണ്ട്. ഖലീഫയാക്കിയ സമയത്താണ് ഒഫീഷ്യലി എന്താകുന്നത്? ഒരു ഭരണാധികാരിയുടെ ഖലീഫയുടെ കാത്തിബൊക്കെ മാറുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഗവർണറായിരുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? അദ്ദേഹം കാത്തിബായി നിശ്ചയിച്ചിരുന്നു. അങ്ങനെയാണ് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം ഊഷ്മളമാകുന്നത്, ഭരണാധികാരി ആകുന്നതിന് മുമ്പുള്ള പീരീഡിൽ തന്നെ. ബനി അമവികളുടെ അല്ലെങ്കിൽ ബനി ഉമയ്യയുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ റൈറ്ററായിട്ട് അറിയപ്പെടുന്ന ആൾ, പരിഗണിക്കപ്പെടുന്ന ആളാരാണ്? നമ്മുടെ അബ്ദുൽ ഹമീദ് അൽ കാത്തിബാണ്. കാത്തിബു അസിയാസി അൽ ഔവൽ. നമ്മുടെ ഷായറുൻ സിയാസിയൊക്കെ ആയിട്ട് ചരിത്രത്തിൽ ആരുണ്ട്? നമ്മുടെ അഹത്തലിനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യൂണിറ്റ് 1 സെഷനുകൾ പറയുന്ന സമയത്ത് നമ്മളത് പറഞ്ഞിരുന്നു. അദ്ദേഹം ഷായറുൻ സിയാസി കൂടിയായിരുന്നു. ഇന്ന അബ്ദുൽ ഹമീദ് ഇല ജാനിബി സഖാഫത്തിഹി അൽ അറബിയ കാന യഅരിഫുൽ യൂനാനിയ വൽ ഫാരിസിയ. അദ്ദേഹം അറബ് നന്നായി കൈകാര്യം ചെയ്യുന്നതിന് കൂടെ തന്നെ പേർഷ്യൻ, ഗ്രീക്ക് ഭാഷകൾ ഇതുകൂടി നന്നായിട്ട് വശമുള്ള ആളായിരുന്നു ആര്? നമ്മുടെ അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അബ്ദുൽ ഹമീദിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ യൂണിറ്റ് 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റസായിലിലെ വളരെ പ്രധാനപ്പെട്ട, ജാഹിദാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്ക് തോന്നും. അദ്ദേഹം യൂണിറ്റ് 6 കൂടി ഭാഗമാണല്ലോ. അത് കഴിഞ്ഞാൽ നമുക്ക് താരതമ്യേന കൂടുതൽ പ്രസക്തമായിട്ടുള്ള ഒരാളാണ് അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതോടുകൂടി ഈ സെഷൻ അവസാനിക്കുകയാണ്. അടുത്തൊരു സെഷൻ വരേക്കും താങ്ക് യു.